أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله السلام عليكم വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കുന്നത് സൂറത്തുൽ ഇൻസാനിലെ 8ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയുത്ഈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവർ അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗ്ഗവാസികളെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന ഇബാദുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ, അബ്രാറായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ, അവരെ കുറിച്ച് പറയുന്ന അവർ ഒരു നദർ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏറ്റാൽ അവരത് ഫുൾഫിൽ ചെയ്തിരിക്കും, നിറവേറ്റിയിരിക്കും. അതുപോലെ തന്നെ യൗമുൽ ഖിയാമനെ കുറിച്ചിട്ട് അവർ പേടിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടി ഒരുങ്ങിയവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് യുത്ഈമൂന ത്വആമ എന്ന് പറഞ്ഞാൽ, ത്വആമ എന്നല്ലെങ്കിൽ ഫുഡ്, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഭക്ഷണം കൊടുക്കും. എങ്ങനെ കൊടുക്കും അവർ എന്ന് പറഞ്ഞാൽ അല ഹുബ്ബിഹി, അതിൽ അവർക്ക് ഹുബ് എന്നല്ലെങ്കിൽ ഇഷ്ടം എന്നാണല്ലോ. അതിൽ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഭക്ഷണം വേണം, അവർക്ക് ആ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭക്ഷണം അല്ലെങ്കിൽ ഇവർ ഭയങ്കര റിച്ച്, ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ, ഭയങ്കര എന്താ പറയുക, സമ്പന്നരെന്നായിക്കൊള്ളുന്നില്ല, സാധാരണ രീതിയിൽ ജീവിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് എടുത്തു വെച്ച ഭക്ഷണമായിരിക്കാം ഒരു പക്ഷേ അത്. പക്ഷേ മറ്റുള്ളവനൊരു ആവശ്യം കണ്ടാൽ അവർ ആ ഭക്ഷണത്തോടുള്ള ഇഷ്ടം ഉണ്ടായിട്ട് പോലും അവർ കൊടുക്കും ആ ഭക്ഷണം. ആർക്ക്? മിസ്കീനായ ആൾക്കാർക്കും യതീം ആയ കുട്ടികൾക്കും, അസീറ എന്നില്ലെങ്കിൽ യുദ്ധത്തടവുകാരെന്നാണ്. അപ്പോൾ മക്കത്തും മദീനത്ത് ആ സമയത്ത് മദീനത്ത് പ്രത്യേകിച്ചും യുദ്ധത്തടവുകാരായിട്ട് മുശ്രിക്കുകളായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നേ. കാരണം ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാണ്ട് ഒരുപാട് മറ്റു കാര്യങ്ങൾ ഷിർക്കൊക്കെ ചെയ്യുന്ന മുശ്രിക്കുകളായ ആൾക്കാർ യുദ്ധത്തടവുകാരായിട്ട് കിട്ടുമ്പോൾ അവർക്കും ഇവർ ഭക്ഷണം കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ചാരിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാവേണ്ട ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഈ ആയത്തുകൾ വിരൽ ചൂണ്ടുന്നത്. മിസ്കീനായ ആൾക്കാർക്ക്, അതായത് ആവശ്യമുള്ള നീഡി ആയിട്ടുള്ള ആൾക്കാർ, അതായത് ദൈനംദിന ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഇടയിൽ ഉണ്ടാവാം, നമ്മുടെ കുടുംബത്തിലുണ്ടാവാം. പക്ഷെ ചോദിക്കാൻ മടി ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം ആ രീതിയിൽ. അപ്പോൾ ഈ റമദാൻ്റെ ഈ ഒരു മാസത്തിൽ ആ ഒരു ഡ്രൈവ് നമ്മൾ ഉള്ളിൽ നിന്ന് വരണം. ഈ ആയത്തുകൾ അതിനൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ മിസ്കീനായ ആൾക്കാർക്കും യതീമായ ആൾക്കാർക്കും തടവുകാർക്കും അവർ കൊടുക്കും. തടവുകാർ മുസ്ലിംസ് അല്ല, അന്നത്തെ കാലത്തെ മുസ്ലിംസ് അല്ല, അവർ മുശ്രിക്കുകളാണ്. പക്ഷെ അവർക്കും ഇവർ കൊടുക്കും. ആ കൊടുക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ ഇത്ര പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചാരിറ്റി കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന ആൾക്കാർ മുസ്ലിം ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫ് കോഴ്സ് സക്കാത്ത് കൊടുക്കുമ്പോൾ സക്കാത്തിന് അർഹതപ്പെട്ട ആൾക്കാർക്ക്, ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സദഖ കൊടുക്കുമ്പോൾ, ചാരിറ്റി കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു വേർതിരിവ് കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരട്ടെ. പക്ഷേ നമ്മൾ ഓരോ ആക്ഷൻസ്, ഒരുപക്ഷെ ആ ഒരു കർമ്മമാവാം അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു പഠിക്കാനൊരു തോന്നുകയും അതിലൂടെ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്ലാമിലേക്കും അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് എത്തിച്ചേക്കാം. അപ്പം നമ്മളുടെ ഒരു ആക്ഷൻ, അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും ആ ഒരു വേർതിരിവ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് മുസ്ലിമാണ് അല്ലേ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. അത് എല്ലാ മനുഷ്യരും ആദം സന്തതികളാണ്. അപ്പോൾ എല്ലാവരും അള്ളാഹുവിൻ്റെ എന്താ പറയുക ഹിദായത്തിലേക്ക് എത്തണം, എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം എന്നൊക്കെ ആയിരിക്കണം നമ്മുടെ ആ ഒരു ഉള്ളുന്ന ആഗ്രഹം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിടുന്നത് പൊരുത്തപ്പെട്ട് സ്വീകരിക്കട്ടെ നമ്മളെല്ലാ കർമ്മങ്ങളും. ഈ രീതിയിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് സമ്പത്തിനോട് ഇഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കട്ടെ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതായത് വആതൽ മാല അലാ ഹുബ്ബിഹി, അതായത് അവർ സമ്പത്ത് ചെലവഴിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുന്ന സമയത്ത് തന്നെ. അതായത് സമ്പത്ത് കൂട്ടി വെക്കണം, അല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിച്ചാൽ എൻ്റെ അടുത്ത് പൈസ തീർന്നു പോറായി പോവാന്ന് തോന്നുന്ന ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലത്തെ ഇതിനെ മറികടന്ന് ആ ഒരു എന്താ പറയുക, ഉള്ളിൽ അവരിലേക്ക് ഷൈത്താനാണ് ഇത് ഇടുന്നതെന്നാണ് പറയുന്നത്. ഷൈത്താന്
ത്രെറ്റൻസ് യു വിത്ത് പോവേർട്ടി എന്ന്. അതായത് നമ്മളൊരു സദക്ക കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഷെയ്ത്താൻ വന്നിട്ട് വസ്വാസി ഇടും പോവർട്ടിനെ കുറിച്ച്. നീ പൂറായി പോകല്ലോ, നീ പാപ്പരായി പോകല്ലോ, കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ ഇവർ ആ ഈമാൻ്റെ ബലത്തിൽ അവർ ഓവർകം ചെയ്തിട്ട് ഇവർ സദക്ക കൊടുക്കും. അപ്പോൾ അത് ഒരു ക്യാരക്ടറാണ്. ഇതിൽ സൂറത്ത് ആൽ ഇമ്രാനിൽ ബിറിനെ കുറിച്ചൊരു ആയത്തുണ്ടല്ലോ, 92-ാമത്തേൽ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൻ തനാലുൽ ബിർറ, നിങ്ങൾ ബിറ് എന്നല്ലെങ്കിൽ റൈറ്റിയസ്നെസ് അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ആ ഒരു പയസ് നേച്ചർ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഹത്ത തുൻഫിക്കു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. എന്തിന്? നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഇഷ്ടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ബിറ് കിട്ടാൻ പോകുന്നില്ല എന്ന്, റൈറ്റിയസ്നെസ് നിങ്ങൾ നേടാൻ പോകുന്നില്ല എന്ന്. ആ റൈറ്റിയസ് ആയ ആൾക്കാർക്ക് കിട്ടുന്ന സ്വർഗത്തിൻ്റെ സംഭവങ്ങളാണ് സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു വരുന്നത് ഇപ്പം. അപ്പോൾ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വമാ തുൻഫികു മിൻ ഷൈഇൻ, നിങ്ങൾ ചെയ്യുന്ന ഷൈഇൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എത്ര ചെറിയ കാര്യം ആണെങ്കിൽ നിങ്ങൾ ആ ചെലവഴിക്കുന്ന വമാ തുൻഫികു മിൻ ഷൈഇൻ, നിങ്ങൾ ചെലവഴിക്കുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഫഇന്നല്ലാഹ ബിഹി അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അവൻ അലീം, അവൻ അറിയുന്നുണ്ട്. നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു ചെറുതും വലുതുമായ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. ആ പ്രതിഫലത്തിൻ്റെ സംഭവങ്ങളാണ് സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു വരുന്നത്. അവരുടെ ആ അബ്റാറായ ഇബാദുല്ലാഹിൻ്റെ ആൾക്കാർ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നാളെ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സൂറത്ത് സജിദയിലെ ആ ആയത്ത് എത്ര മനോഹരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ തഅലം ലാ തഅലമു ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സിനും അറിയില്ല എന്തൊക്കെയാണ് സ്വർഗത്തിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഹിഡൻ ആണ് അവർക്ക്. ഉഖ്ഫിയ ലഹും മിൻ ഖുർറത അയ്യുൻ, അവർക്ക് കൺകുളിർമുള്ള എന്തൊക്കെ കാര്യങ്ങൾ സ്വർഗത്തിൽ ഞാൻ അവരിൽ നിന്ന് ഇപ്പം തൽക്കാലം അവർ ദുനിയാവിലുണ്ടാകുമ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അത് ഒരു പാരിതോഷികമായിട്ട് ബിമാ കാനൂ യഅമലൂൻ, അവർ യഅമലൂൻ അല്ലെങ്കിൽ അമലുകൾ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഞാൻ എന്തൊക്കെ കൺകുളിർമുള്ള സംഭവങ്ങളാണ് അവർക്ക് സ്വർഗത്തിൽ വേണ്ടി ഒരുക്കി വെച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു നഫ്സിനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജിദയിൽ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ സ്വർഗത്തിലെത്തുകയും ആ കൺകുളിർമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.